മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ടെൻസസിനെ കുറിച്ച് മലയാളത്തിൽ അറിയില്ല എന്നുള്ളത്. ടെൻസസ് മൂന്നെണ്ണമാണ്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. വർത്തമാനകാലം, ഭാവികാലം, ഭൂതകാലം. പക്ഷേ ഇതിൽ 12 സബ് ടെൻസസ് ഉണ്ട്. ഈ 12 സബ് ടെൻസസ് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നതൊരു തെറ്റായ ധാരണയാണ്. ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ 5 ടെൻസസ് മതി. പക്ഷെ അതിൻ്റെ അർത്ഥം അറിയണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ സംസാരത്തിൽ 85% ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമുല നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ചെയ്യാറുണ്ട് എന്നാണ്, ശീലങ്ങളെ പറ്റി പറയാനാണ്. ഐ പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് പറയാൻ ഐ പ്ലേ ക്രിക്കറ്റ് പറഞ്ഞാൽ മതി. അതേപോലെ ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മൂന്നാമത് ടെൻസ് വേണ്ടത് ഞാൻ ക്രിക്കറ്റ് കളിച്ചു. ഐ പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുക. ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് വെൻ യു കോൾ മീ. ഇനി അടുത്തത് എന്താ? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഐ വിൽ പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ ഈ 5 ടെൻസസ് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇതിൻ്റെ മലയാളത്തിലുള്ള ഉപയോഗം അറിയണമെന്ന് മാത്രം. 12 ടെൻസസും നമുക്ക് ഗഹനമായി ചർച്ച ചെയ്യാം. കാരണം എൻ്റെ സ്റ്റുഡൻസ് നാളെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ അതിലൊരിക്കലും ഇംഗ്ലീഷിൽ പരാജയപ്പെടരുതെന്ന് എനിക്ക് വാശിയുണ്ട്. സംസാരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ടെൻസസ് മതി. പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സംസാരം ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിങ്ങൾ വിജയിക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഓരോ ടെൻസസിനെയും ലളിതമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ. പ്രസൻറ്റ് ടെൻസിൽ 4 ടെൻസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് ടെൻസിലും അതേപോലെ 4 ടെൻസസ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസിലും ഇതേപോലെ 4 ടെൻസസ് ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഈ 12 ടെൻസസിനെ കുറിച്ചും നമ്മൾ ആധികാരികമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്. എപ്പോഴാണ് ഈ സബ്ജക്റ്റ് പ്ലസ് വെർബ് വരുന്നത്? എപ്പോഴാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് വരുന്നത്? ഇത് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും ഉത്തരം ഇല്ല എന്നാവും. സബ്ജക്റ്റ് IUV പ്ലൂറലായി വരുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ വെർബ് സബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കർത്താവ്, അതായത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത്. വെർബ് ആരാണ്? ക്രിയ, ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്, വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് വരുന്നത് IUV പ്ലൂറലിൻ്റെ കൂടെ വെർബ്. ഐ റൺ, യു റൺ, വി റൺ, ദേ റൺ, ബോയ്സ് റൺ. IUV പ്ലൂറലിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് വെർബ്. എന്നാൽ ഇതേ സാധനം തന്നെ ഹീ, ഷീറ്റ്, സിംഗുലർ നൗൺ എന്നീ സബ്ജക്ട്സ് ആണ് വരുന്നതെങ്കിൽ വെർബ് പോരാ. വെർബിൻ്റെ കൂടെ SO അല്ലെങ്കിൽ ESO ചേർക്കണം. ഹീ റൺസ്, ഷീ റൺസ്, ഇറ്റ് റൺസ്, ബോയ് റൺസ്, ബിജു റൺസ്. ഒരിക്കലും ഹീ റണ്ണെന്ന്, ഷീ റണ്ണെന്നോ, ഇറ്റ് റണ്ണെന്നോ, ബോയ് റണ്ണെന്നോ, ബൈജു റണ്ണെന്നോ പറയാൻ പാടില്ല. റണ്ണും റൺസും അർത്ഥം ഒന്നാണ്. ഗോസ് അർത്ഥം ഒന്നാണ്. പ്ലേസ് അർത്ഥം ഒന്നാണ്. ഗ്രീറ്റ്സ് അർത്ഥം ഒന്നാണ്. ഇത് പലപ്പോഴും സ്കൂളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ IUV പ്ലൂറലിൻ്റെ കൂടെ വെർബെന്നും ഹീ ഷീറ്റ് സിംഗുലർ നൗണിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ ഒരു SO അല്ലെങ്കിൽ ES കൂടി ചേർക്കണം. അർത്ഥം ഒന്ന് തന്നെയാണ്. ഇത് മനസ്സിലായാൽ ഇനി നമ്മുടെ ഉപയോഗം എന്താണെന്ന് അറിയണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഉപയോഗം, ഒന്നാമത്തെ ഉപയോഗം
ശീലങ്ങളെ പറ്റി പറയാനാണ്. ഞാൻ കളിക്കാറുണ്ട്, ഐ പ്ലേ പറഞ്ഞാൽ മതി. അപ്പോൾ യു പ്ലേ, വി പ്ലേ, ദേ പ്ലേ, ബോയ്സ് പ്ലേ. ഹീ പ്ലേസ്, ഷീ പ്ലേസ്, ഇറ്റ് പ്ലേസ്, ബോയ് പ്ലേസ്, അർജുൻ പ്ലേസ്. അതിൻ്റെ അർത്ഥം എന്താണ്? ചെയ്യാറുണ്ട്. ഐ കോൾ, യു കോൾ, വി കോൾ, ദേ കോൾ, ഹീ കോൾസ്, ഷീ കോൾസ്, ഇറ്റ് കോൾസ്, ബോയ് കോൾസ്, അർജുൻ കോൾസ്. ചെയ്യാറുണ്ട്. അതായത് ഒരു ശീലങ്ങളെ, ഹാബിച്വൽ ആക്ഷൻസിനെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സംസാരത്തിൽ 85% നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇതറിയില്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അടുത്ത ഉപയോഗം ഇംപെരേറ്റീവ് സെൻറ്റൻസ്. എന്താ ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? ആജ്ഞാപിക്കുക, അപേക്ഷിക്കുക. നീ പോ, നീ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗോ, യു ഗോൺ, യു സൈലൻ്റ് ആണ്. നീ വാ, കം, പോയി പറയേ, ഗോ ആൻഡ് സീ. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഇംപെരേറ്റീവ് സെൻറ്റൻസ്, ആജ്ഞാപിക്കാൻ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ. ഇനി അപേക്ഷിക്കുകയാണെങ്കിലോ, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ്, പ്ലീസ് യു ഹെൽപ്പാണ്. അവിടെ യു സൈലൻ്റ്. നമ്മൾ ഒരാളോട് നോക്കി പറയുമ്പോൾ പ്ലീസ് യു ഹെൽപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ രണ്ടാമത്തെ ഉപയോഗം അപേക്ഷിക്കുക അല്ലെങ്കിൽ ആജ്ഞാപിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്നാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് പ്രപഞ്ച സത്യങ്ങളെപ്പറ്റി പറയാനാണ്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, കിഴക്കുദിക്കുന്നു. പ്രപഞ്ച സത്യങ്ങൾ. ദ സൺ, ദ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ. ദി എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ. ദി എർത്ത് നൗണാണ്. റിവോൾവ് എന്നുള്ളത് റിവോൾവ്സ് ആയി. ഭൂമി സൂര്യനെ ചുറ്റുന്നു. അപ്പോൾ പ്രപഞ്ച സത്യങ്ങളെ പറ്റി പറയാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. 3 ഉപയോഗമായി. 1 ശീലങ്ങളെപ്പറ്റി പറയാൻ, 2 ആജ്ഞാപിക്കാൻ അപേക്ഷിക്കാൻ, 3 പ്രപഞ്ച സത്യങ്ങളെപ്പറ്റി പറയാൻ. ഒരു ഉപയോഗം കൂടിയുണ്ട്. ദ ഷുഗർ കോസ് ₹60 per kg. പഞ്ചസാരയ്ക്ക് 60 രൂപയാണ് 1 കിലോക്ക് വില. ഇന്നത്തെ വില എന്ന് പറയാൻ ദ ഷുഗർ കോസ് ₹60 per kg എന്ന് പറഞ്ഞാൽ മതി. ദ ഷുഗർ നൗൺ വന്നുകൊണ്ട് കോസ്റ്റ്, കോസ്. ഇന്നത്തെ വില പറയാൻ ഇതൊന്നും സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഉത്തരം ഇല്ല എന്നാവും. അപ്പോൾ സിമ്പിൾ നമുക്കിത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ പ്രപഞ്ച സത്യങ്ങളും ഇന്നത്തെ വിലയും ഒക്കെ ഒഴിവാക്കി ഈ കമാൻഡ് റിക്വസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ശീലങ്ങളും പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു രീതി നമ്മുടെ നിത്യജീവിതത്തിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തരായാൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വറീസ് തീർന്നു. 85%. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുകയാണ്. ആ സിനിമയുടെ കഥ നമ്മൾ ഒരാളോട് പറയുമ്പോൾ, ഇപ്പോൾ മാർക്കോല് ഉണ്ണിമുകുന്ദം വന്നു, ഉണ്ണിമുകുന്ദം ഇടിച്ചു, ഉണ്ണിമുകുന്ദം പാടി, അങ്ങനെയൊന്നല്ല നമ്മൾ പറയാം. മോനെ ഉണ്ണിമുകുന്ദനൊരു വരവുണ്ട്. സി ഉണ്ണിമുകുന്ദൻ കംസ്, then there is a fight, then he sings a song, then he says a dialogue. അവിടെയൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് പറയണം. അല്ലാതെ കഴിഞ്ഞു പോയി അങ്ങനെയല്ല സംസാരിക്കുക. അപ്പോൾ 85% ഒരു മനുഷ്യന് ഇംഗ്ലീഷ് സംസാരിക്കാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാൻ പഠിഞ്ഞാൽ മതി. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് 2 സംഗതിയേ ഉള്ളൂ, സബ്ജക്റ്റ് പ്ലസ് വെർബ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അതിൻ്റെ ഫോർമുല എന്താണെന്നതോടൊപ്പം എന്താണ് അതിൻ്റെ ഉപയോഗമെന്നുകൂടി എൻ്റെ സ്റ്റുഡൻസ് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടെൻസിലേക്ക് പോകാം. രണ്ടാമത്തെ ടെൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് 1 പ്ലസ് ING ആണ്. എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് നമുക്കറിയാം. 10 സബ്ജക്റ്റാണ്. IUV ദ പ്ലൂറൽ, ഈ ഷീറ്റ് സിംഗുലർ ആണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ദെൻ ഈസ്, ആം, ആർ, ഇതിൻ്റെ 3ൻ്റെയും അർത്ഥം ഒന്നാണ്, ആകുന്നു. ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആകുന്നു എന്നാണ് അർത്ഥം.
ഈസ് ആകുന്നു, ആമ് ആകുന്നു, ആറ് ആകുന്നു. പക്ഷേ എല്ലാ സാഹചര്യത്തിലും ഈസും ആമും ആറ് ഉപയോഗിക്കാൻ പാടില്ല. ഡിഫറെൻ്റ് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്, വ്യത്യസ്ത സാഹചര്യത്തിലാണ് ഈസ് ആമ് ആറ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആമ് തന്നെ പറയാവൂ. ഐ ഈസ്ന്നോ ഐ ആർന്നോ പറയാൻ പാടില്ല. ഐ ആം സിറ്റിംഗ്. സിറ്റ് എന്നുള്ളത് വെർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്തു. ഐ ആം സിറ്റിംഗ്. നേരെ മറിച്ച് യു ആർ സിറ്റിംഗ്, യു ആം സിറ്റിംഗ് എന്നോ യു ഈ സിറ്റിംഗ് എന്നോ പറയാൻ പാടില്ല. എന്നാൽ വി ആർ സിറ്റിംഗ്, ദേ ആർ സിറ്റിംഗ്, ബോയ്സ് ആർ സിറ്റിംഗ്. അപ്പോൾ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് ഹീ ഷീറ്റ് സിംഗുലർ നൗൺ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് യു വി ദേ പ്ലൂറൽ ആവുമ്പോൾ ആർ ഉപയോഗിക്കുന്നു. ഒന്നുകൂടി നമുക്ക് പറയാം. ഐ ആം സിറ്റിംഗ്, ഹീ ഈസ് സിറ്റിംഗ്, ഷീ ഈസ് സിറ്റിംഗ്, ഇറ്റ് ഈസ് സിറ്റിംഗ്, ബോയ് സിറ്റിംഗ്, വി ആർ സിറ്റിംഗ്, ദേ ആർ സിറ്റിംഗ്, യു ആർ സിറ്റിംഗ്. അപ്പോൾ 10 സബ്ജക്ട്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഐയുടെ കൂടെ ആമ് ചേർത്തു. ഇനി ബാക്കി 9 സബ്ജക്ട്സ് ഉള്ളത്. ഹീ ഷീ ഇറ്റ് സിംഗുലർ നൗൺ, അതിൻ്റെ കൂടെ നമ്മൾ ഈസ് ചേർത്തു. 5 സബ്ജക്ട്സ് പോയി, 5 1 6 ആയി. ഇനി 4 ഉള്ളത്. 6ൻ്റെ കൂടെ ആ 4 ചേർത്തു. യു ആർ സിറ്റിംഗ്, വി ആർ സിറ്റിംഗ്, ദേ ആർ സിറ്റിംഗ്, ബോയ്സ് ആർ സിറ്റിംഗ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല നമുക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയണം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് 3 ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഐ ആം സ്പീക്കിംഗ്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഐ വന്നതുകൊണ്ട് ആമ് ചേർത്തു. സ്പീക്ക്, സംസാരിക്കുക. ഐ ആം സ്പീക്കിംഗ്. യു ആർ ലിസണിങ്, നീ കേട്ടുകൊണ്ടിരിക്കുന്നു. വി ആർ പ്ലേയിങ്, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചെയ്യുന്ന പരിപാടി. രണ്ടാമത്തേതോ, മുമ്പ് തുടങ്ങി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ആം ഡൂയിങ് മൈ പോസ്റ്റ് ഡോക്ടറൽ, ഞാൻ എൻ്റെ പോസ്റ്റ് ഡോക്ടറൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടങ്ങിയത് കുറേ മുമ്പാണ്, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 1 വർഷമായി ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുമ്പ് തുടങ്ങി ഇപ്പോഴും തുടരുന്നതിനെയും നമ്മൾ എന്ത് ചെയ്യും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക. മൂന്നാമത്തെ ഉപയോഗം, ഇന്ന് തീരുമാനിച്ചു, സംഗതി നടക്കാൻ പോകുന്നത് ഭാവിയിലാണ്, അതിനും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇന്ന് തീരുമാനിച്ചു, സംഗതി നടക്കുന്ന ഭാവിയിലാണ്. അപ്പോൾ ഭാവി ഫ്യൂച്ചർ ടെൻസ് അല്ല ഉപയോഗിക്കേണ്ടത്. ഡൊണാൾഡ് ട്രംപ് ഈസ് വിസിറ്റിംഗ് ഇന്ത്യ ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ. ഈസാണ്, വിൽ വിസിറ്റ് അല്ല. കാരണം തീരുമാനിച്ചു പക്ഷെ സംഗതി നടക്കുന്നത് ഏപ്രിലാണ്. ഐ ആം ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് മൈ പാർട്ട്ണർ ഇൻ ദി ഈവനിങ്ങിൽ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാരണം തീരുമാനം എടുത്തു, നേരത്തെ ഇന്ന് തീരുമാനം എടുത്തു, നടക്കുന്നത് ഭാവിയിലാണ്. അതിനെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING ആണ്. സബ്ജക്റ്റ് ഐ വരുമ്പോൾ ആമെന്നും, സബ്ജക്റ്റ് ഹീ ഷീറ്റ് സിംഗുലർ നൗൺ വരുമ്പോൾ ഈസ് എന്നും, സബ്ജക്റ്റ് യു വി ദേ പ്ലൂറൽ വരുമ്പോൾ ആർ എന്നുമാണ്. 3 ഉപയോഗമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനുള്ളത്. 1, ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി. 2, മുമ്പ് തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 3, ഭാവിയിലാണ് സംഗതി നടക്കുന്നത് പക്ഷേ ഇന്ന് തീരുമാനിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം? വളരെ സിമ്പിളാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ശീലങ്ങളെ പറ്റിയാണ് പറയുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളതിനെ കമ്പയർ ചെയ്യാണ്. ഞാൻ പാടാറുണ്ട്, ഐ സിങ്, ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു എന്നാണെങ്കിലോ ഐ ആം സിങ്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം ഒന്നും കൂടി നമുക്ക് ഇത് കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കണം. യു സിങ്, യു ആർ സിംഗിങ്. വി സിങ്, വി ആർ സിംഗിങ്. ദേ സിങ്, ദേ ആർ സിംഗിങ്. ബോയ്സ് സിങ്, ബോയ്സ് ആർ സിംഗിങ്. ഹീ സിങ്സ്, ഹീ ഈസ് സിംഗിങ്. ഷീ സിങ്സ്, ഷീ ഈസ് സിംഗിങ്. ഇറ്റ് സിങ്സ്, ഇറ്റ് ഈസ് സിംഗിങ്. ബോയ് സിങ്സ്, ബോയ് ഈസ് സിംഗിങ്. ബൈജു സിങ്സ്, ബൈജു ഈസ് സിംഗിങ്. അപ്പോൾ നിങ്ങൾ ഈ ടെൻസസ് കമ്പയർ ചെയ്തും പഠിക്കണം. എൻ്റെ 19ാമത്തെ പേജിൽ ഒരുപാട് വാക്കുകളുണ്ട്. ആ വാക്കുകളെ ഇങ്ങനെ നിങ്ങൾ ഈ ടെൻസസുമായി ചേർത്ത് പറയുമ്പോൾ ഇത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇംഗ്ലീഷിൽ വരും. അപ്പോൾ ഐ യു വി ദേ പ്ലൂറൽ, ഹീ ഷീറ്റ് സിംഗുലർ നൗൺ വെച്ച് പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ എന്താണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ എന്താണ്, അതിൻ്റെ അർത്ഥവ്യത്യാസം എന്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ്
ഹാവ് ഓർ ഹാസ് പ്ലസ് V1 ആണ്, V3 ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3. എന്താണ് ഈ സബ്ജക്റ്റ് ഹാവ് ഓർ ഹാസ്? ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു തന്നതാണ്. IUV പ്ലൂറിൽ വരുമ്പോൾ ഹാവ് എന്നും ഹീ ഷീറ്റ് സിംഗുലർ നൗൺ വരുമ്പോൾ ഹാസ് എന്നും. ഹാവും ഹാസും വരുമ്പോൾ V3 ഫോമേ യൂസ് ചെയ്യാവൂ. ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് ജസ്റ്റ് റിട്ടൺ, ഞാൻ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഉപയോഗം അറിയണം നമുക്ക്. തൊട്ട് മുമ്പ് പൂർത്തിയാക്കിയ പ്രവർത്തനത്തെ പറ്റി പറയാൻ, അതല്ലെങ്കിൽ മുമ്പ് പൂർത്തിയാക്കി പക്ഷെ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്ന് പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഐ ഹാവ് ലവ്ഡ് ഹർ, ഞാൻ അവളെ പ്രണയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് മനസ്സിലുണ്ട്. യു ഹാവ് ലവ്ഡ് ഹർ, വി ഹാവ് ലവ്ഡ് ഹർ, ദേ ഹാവ് ലവ്ഡ് ഹർ, ബോയ്സ് ഹാവ് ലവ്ഡ് ഹർ. ഇനി അത് ഹീ വരുമ്പോഴോ he has loved her, she has loved her, it has loved her, boy has loved her, teacher has loved her, ബൈജു has loved her. അപ്പോൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമത്തെ ഉപയോഗം എന്താണ്? തൊട്ടു മുമ്പ് പൂർത്തിയാക്കി. ഐ ഹാവ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി, ഞാൻ തൊട്ട് മുമ്പ് ബിരിയാണി കഴിച്ചു. ഐ എയ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ തൊട്ട് മുമ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഐ ഹാവ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി, യു ഹാവ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി, വി ഹാവ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി, ദേ ഹാവ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി, ഫ്രണ്ട്സ് ഹാവ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി. എന്നാൽ ഹീ ആണെങ്കിലോ ഹീ ഹാസ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി, ഷീ ഹാസ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി, ഇറ്റ് ഹാസ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി, ബോയ് ഹാസ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി, ബൈജു ഹാസ് ജസ്റ്റ് ഈറ്റൻ ബിരിയാണി. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് മനസ്സിലായി. ഇനി നമ്മളിത് കമ്പയർ ചെയ്യണം. ഇനി ഈ മൂന്നെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഐ ലവ് ഹർ, ഞാൻ അവളെ സ്നേഹിക്കാറുണ്ട്. ഐ എം ലവിങ് ഹർ, ഞാൻ ഇപ്പോഴും അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ലവ്ഡ് ഹർ, ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് ടെൻസസും തമ്മിലുള്ള വ്യത്യാസം കൂടി സ്റ്റുഡൻസ് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയുന്നു, 19ാമത്തെ പേജിലുള്ള എല്ലാ വാക്കുകളും എല്ലാ വെർബുകളും നിങ്ങൾ ഈ ടെൻസസുമായി, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനുമായിട്ട് ഒന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ കോൺഫിഡൻസ് കൂടും. ഇനി പ്രസൻറ്റ് ടെൻസിൽ 4ാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. എന്താണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല എന്നൊരു പക്ഷേ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് 1 പ്ലസ് ING ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING ആണ്. ഐ ഹാവ് ബീൻ, യു ഹാവ് ബീൻ, വി ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ, ബോയ്സ് ഹാവ് ബീൻ. എന്നാൽ ഹീ വരുമ്പോഴോ ഹീ ഹാസ് ബീൻ, ഷീ ഹാസ് ബീൻ, ഇറ്റ് ഹാസ് ബീൻ, ബോയ് ഹാസ് ബീൻ, ടീച്ചർ ഹാസ് ബീൻ, ബൈജു ഹാസ് ബീൻ. ഇനി നമ്മളിതിൻ്റെ അർത്ഥമാണ് അറിയേണ്ടത്. എന്തിനാണിത് ഉപയോഗിക്കുന്നത്? ബീന് വരുമ്പോൾ പിന്നെ ING ഫോമാണ് എഴുതേണ്ടത്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, ഐ ഹാവ് ബീൻ സ്പീക്കിംഗ്, ING ഫോം ചേർക്കണം. എന്താണ് ഇതിൻ്റെ ഉപയോഗം? അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ഒരു നിശ്ചിത കാലം മുതൽ തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം. മുമ്പ് ഒരു നിശ്ചിത കാലം മുമ്പ് തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 10 മണിക്ക് തുടങ്ങിയ ഷൂട്ടിംഗ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ദ ഷൂട്ടിംഗ് ഹാസ് ബീൻ കണ്ടിന്യൂയിങ് സിൻസ് 10 o'clock. ഇനി അതല്ല, 10 മണിക്ക് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ സ്പീക്കിംഗ് സിൻസ് 10 AM. You have been speaking since 10 AM. We have been speaking since 10 AM. They have been speaking since 10 AM. Friends have been speaking since 10 AM. ഇനി അവനാവുമ്പോഴോ he has been speaking since 10 AM. She has been speaking since 10 AM. It has been speaking since 10 AM. Teacher has been speaking since 10 AM. Biju has been speaking since 10 AM. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയം,
നേരത്തെയും പറഞ്ഞവരും തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പറയുന്നവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. കൺഫ്യൂഷനാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഐ ആം സ്പീക്കിംഗ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എപ്പോൾ തുടങ്ങി എന്ന് അവിടെ പറയുന്നില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോഴോ ഒരു നിശ്ചിത സമയം മുതൽ തുടങ്ങിയെന്നാണ്. ഈ ഡിഫറൻസ് നമുക്കറിയണം. അപ്പോൾ ഇനി 4 എണ്ണത്തിൻ്റെ ഡിഫറൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഐ സ്പീക്ക്, ഞാൻ സംസാരിക്കാറുണ്ട്. ഐ ആം സ്പീക്കിംഗ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ജസ്റ്റ് സ്പോക്കൺ, ഞാൻ തൊട്ട് മുമ്പ് സംസാരിച്ചു. ഐ ഹാവ് ബീൻ സ്പീക്കിംഗ് സിൻസ് 10 AM, ഞാൻ 10 മണി മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഹീ സ്പീക്സ്, അവൻ സംസാരിക്കാറുണ്ട്. ഹീ സ്പീക്കിംഗ്, അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഹാസ് സ്പോക്കൺ, അവൻ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഹി ഹാസ് ജസ്റ്റ് സ്പോക്കൺ, അവൻ തൊട്ട് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഹി ഹാസ് ബീൻ സ്പീക്കിംഗ് സിൻസ് 9 AM, അവൻ 9 മണി മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കും. പ്രസൻറ്റ് ടെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി എൻ്റെ സ്റ്റുഡൻസിന് ഒരു സംശയം ഉണ്ടാവരുത്. 4 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും സംശയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും തോറും നിങ്ങളുടെ സംശയങ്ങൾ കൂടുതലായി വരിക ചെയ്യുക. ബട്ട് ഐ ആം ഹിയർ, യു ക്യാൻ കോൺടാക്ട് വിത്ത് മീ, യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. അതർവൈസ് യു ക്യാൻ ഗോ ത്രൂ ദ ബുക്ക് ആൻഡ് യു ഡു ദ പ്രാക്ടീസ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു സംശയമില്ല, ഈ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ 75% ഓഫ് ദ പ്രോബ്ലം ക്യാൻ ബി സോൾവ്. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് വരികയാണ്. പാസ്റ്റ് ടെൻസ് നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ടെൻസസ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. സബ്ജക്റ്റ് ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ ഒക്കെ കൂടെ വെർബ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ഏതൊക്കെ സബ്ജക്റ്റ് ആയാലും അതിൻ്റെ കൂടെ V2 യൂസ് ചെയ്യുന്നു. ഐ വെൻറ്റ്, ഞാൻ പോയി. ഇനി 10 സബ്ജക്ട്സും ഐ വെൻറ്റ്, യു വെൻറ്റ്, വി വെൻറ്റ്, ദേ വെൻറ്റ്, ബോയ്സ് വെൻറ്റ്, ഹീ വെൻറ്റ്, ഷീ വെൻറ്റ്, ഇറ്റ് വെൻറ്റ്, ബോയ് വെൻറ്റ്, ശ്രീജ വെൻറ്റ്. എല്ലാറ്റിൻ്റെ കൂടെയും നമ്മൾ V2 യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് അറിയേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന് 2 ഉപയോഗമാണുള്ളത്. ഒന്ന്, മുമ്പ് ചെയ്തു എന്ന് പറയാൻ. 2, മുമ്പുണ്ടായിരുന്ന ശീലങ്ങളെപ്പറ്റി പറയാൻ. ഈ മുമ്പുണ്ടായിരുന്ന ശീലങ്ങൾ മല്ലുവിന് അറിയില്ല. ഇപ്പോൾ ഐ പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. ഐ പ്ലേഡ് ക്രിക്കറ്റ് വെൻ ഐ വാസ് ഇൻ ദ കോളേജ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു എന്ന് പറയാനും ഐ പ്ലേഡ് പറഞ്ഞാൽ മതി. ഇതറിയില്ല. അപ്പോൾ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു. പ്രസൻറ്റ് ടെൻസിൽ നമുക്കറിയാം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഇപ്പോഴത്തെ ശീലങ്ങൾ പറയുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പഴയ ശീലങ്ങളെ പറ്റി പറയുന്നു. അപ്പോൾ 2 ഉപയോഗമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിനുള്ളത്. ഐ വെൻറ്റ്, യു വെൻറ്റ്, വി വെൻറ്റ്, ദേ വെൻറ്റ്, ബോയ്സ് വെൻറ്റ്, ഹീ വെൻറ്റ്, ഷീ വെൻറ്റ്, ഇറ്റ് വെൻറ്റ്, ബോയ് വെൻറ്റ്, ടീച്ചർ വെൻറ്റ്, അല്ലെങ്കിൽ അസീസ് വെൻറ്റ്. എന്നാൽ ഐ വെൻറ്റ് ടു സ്കൂൾ വെൻ ഐ വാസ് എ കിഡ്, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് പറയാനും ഐ വെൻറ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കിട്ടി. തീർച്ചയായിട്ടും 19ാമത്തെ പേജിലെ എല്ലാ വാക്കുകളുമായി ചേർത്ത് നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ ഉപയോഗിക്കുക. ഇനി ഇപ്പോൾ നമ്മൾ 5 ടെൻസസ് പഠിച്ചു. ആ 5 ടെൻസസ് ഒന്നുകൂടി കമ്പയർ ചെയ്യാണ്. ഐ കോൾ, ഞാൻ വിളിക്കാറുണ്ട്. ഐ ആം കോളിംഗ്, ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ഹാവ് കോൾഡ്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അത് എഫക്റ്റ് ഉണ്ട്. ഐ ഹാവ് ബീൻ കോളിംഗ് സിൻസ് മോർണിംഗ്, ഞാൻ രാവിലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കഴിഞ്ഞ്. ഇനി അടുത്തത് ഐ കോൾഡ്, ഐ കോൾഡ് ഞാൻ അവളെ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ 5 ടെൻസസും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് മനസ്സിലായി. അപ്പോൾ നിർബന്ധമായും സംസാരത്തിലേക്ക് വരുമ്പോൾ ഇതിൽ 3 ടെൻസസ് അനിവാര്യമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആവശ്യമാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവശ്യമാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആവശ്യമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിരുത്തി പഠിക്കണം. ഞാൻ വിളിക്കാറുണ്ട്, ഐ കോൾ ഹർ എവരി ഡേ, ഞാൻ എന്നും അവളെ വിളിക്കാറുണ്ട്. ഐ ആം കോളിങ് ഹർ, ഞാൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം. ഐ കോൾഡ് ഹർ യെസ്റ്റർഡേ, ഞാൻ അവളെ ഇന്നലെ വിളിച്ചു. അപ്പോൾ ഈ 3 എണ്ണം നമുക്ക് സംസാരത്തിന് വളരെ അനിവാര്യമാണ്. നേരെ വെച്ച് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഇല്ലെങ്കിൽ നമുക്ക് സംസാരത്തെ ഒപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി നമ്മൾ പ്രസൻറ്റ് പാസ്റ്റ് ടെൻസിലെ അടുത്ത ടെൻസിനെ പറ്റി പഠിക്കുകയാണ്. അതായത് 6ാമത്തെ ടെൻസാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ
പ്ലസ് V1 പ്ലസ് ING എന്നാണ്. സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴാണ് വാസ് വരിക? ഐ, ഹി, ഷീ, ഇറ്റ്, സിംഗുലർ, നൗൺ ഇവയുടെ കൂടെ വാസ് എന്നേ ചേർക്കാവൂ. എന്നാൽ വേറെ എപ്പോഴാണ് വരുന്നത്? സബ്ജക്റ്റിൻ്റെ കൂടെ ഐ, യു, വി, ദേ, പ്ലൂറൽ ഇവയുടെ കൂടെ വേറെന്നാണ് ചേർക്കേണ്ടത്. വാസിൻ്റെയും വേറിൻ്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V1 പ്ലസ് ING. സബ്ജക്റ്റ് ഐ, ഹി, ഷീറ്റ് സിംഗുലർ നൗൺ വരുമ്പോൾ വാസ് എന്നും, സബ്ജക്റ്റ് ഐ, യു, വി, ദേ പ്ലൂറൽ വരുമ്പോൾ വേറെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം. ഇവിടെയാണ് നമ്മൾ പ്രോബ്ലം ഉണ്ടാവുന്നത്. ഉപയോഗം രണ്ടെണ്ണമാണ്. ഒന്ന്, മുമ്പ് ഒരു നിശ്ചിത കാലം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനത്തെപ്പറ്റി സൂചിപ്പിക്കാൻ. ഒരു ഉപയോഗം കഴിഞ്ഞ കാലത്ത് ഒരു നിശ്ചിത കാലത്തോളം തുടർന്നുകൊണ്ടിരുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ. രണ്ടാമത്തതോ കഴിഞ്ഞ കാലത്ത് ഒരു നിശ്ചിത കാലമായി ഉണ്ടായിരുന്ന ശീലങ്ങളെപ്പറ്റി പറയാൻ. രണ്ട് ഉപയോഗമാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനുള്ളത്. ഒന്ന്, ഒരു നിശ്ചിത കാലം തുടർന്നുകൊണ്ടിരുന്ന പ്രവർത്തനത്തെ പറ്റി പറയാൻ. അതല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തോളം ഉണ്ടായിരുന്ന ശീലങ്ങളെപ്പറ്റി പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. യു വേർ പ്ലേയിങ് ക്രിക്കറ്റ്, വി വേർ പ്ലേയിങ് ക്രിക്കറ്റ്, ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ്, ടീച്ചേഴ്സ് വേർ പ്ലേയിങ് ക്രിക്കറ്റ്. എന്നാൽ he was playing cricket, she was playing cricket, it was playing cricket, boy was playing cricket, ബൈജു വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പോൾ വാസും വേറും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ എൻ്റെ ശീലമായിരുന്നു ഐ വാസ് സ്മോക്കിംഗ് വെൻ ഐ വാസ് ഇൻ ദ ഹോസ്റ്റൽ. ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഞാൻ സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു. കുറഞ്ഞ കാലം. അപ്പോൾ ആ കുറഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ശീലങ്ങൾ സ്ഥിരമായ ശീലമാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് പോകും. അപ്പോൾ കുറച്ച് കാലം ഉണ്ടായിരുന്ന ശീലങ്ങളെപ്പറ്റി അല്ലെങ്കിൽ കുറച്ച് കാലം തുടർന്നുകൊണ്ടിരുന്ന പ്രവർത്തനത്തെ പറ്റി സൂചിപ്പിക്കാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നത് 19ാമത്തെ പേജിൽ ഒരുപാട് വാക്കുകളുണ്ട്. ആ വാക്കുകളെ നിങ്ങൾ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുക, ഈ എക്സ്പീരിയൻസ് ചെയ്യുക, കുറച്ചുകൂടി കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. ഇപ്പോൾ ഞാൻ 7 ടെൻസസിനെ കുറിച്ച് സംസാരിച്ചു. ഈ 7 ടെൻസസ് ഒരു വെർബ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ഇനി ക്രൈ ആയിക്കോട്ടെ. ഐ ക്രൈ, ഞാൻ കരയാറുണ്ട്. ഐ എം ക്രൈയിങ്, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ക്രൈഡ്, ഞാൻ കരഞ്ഞു. ഐ ഹാവ് ബീൻ ക്രൈയിങ് സിൻസ് മോർണിംഗ്, ഞാൻ രാവിലെ മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് ടെൻസ് കഴിഞ്ഞു. ഐ ക്രൈഡ്, ഞാൻ കരഞ്ഞു. ഐ വാസ് ക്രൈയിങ്, ഞാൻ അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 7 ടെൻസസായി. ഇനി ഇത് തന്നെ നമ്മൾ ഐ വെച്ച് പിന്നെ 10 സബ്ജക്റ്റിൽ ചേർത്ത് പറയണം. യു ക്രൈ, യു ആർ ക്രൈയിങ്, യു ഹാവ് ക്രൈഡ്, യു ക്രൈഡ്, യു ഹാവ് ബീൻ ക്രൈയിങ്, യു ക്രൈഡ്, യു വെയർ ക്രൈയിങ്. വി ക്രൈ, വി ആർ ക്രൈയിങ്, വി ഹാവ് ക്രൈഡ്, വി ഹാവ് ബീൻ ക്രൈയിങ്, വി ക്രൈഡ്, വി വെയർ ക്രൈയിങ്. ദേ ക്രൈ, ദേ ആർ ക്രൈയിങ്, ദേ ഹാവ് ക്രൈഡ്, ദേ ഹാവ് ബീൻ ക്രൈയിങ്, ദേ ക്രൈഡ്, ദേ വെയർ ക്രൈയിങ്. ടീച്ചേഴ്സ് ക്രൈ, ടീച്ചേഴ്സ് ആർ ക്രൈയിങ്, ടീച്ചേഴ്സ് ഹാവ് ക്രൈഡ്, ടീച്ചേഴ്സ് cried, teachers were crying. He cries, he is crying, he cried, he has cried, he has been crying, he cried, he was crying. She cries, she is crying, she has cried, she has been crying, she cried, she was crying. It cries, it is crying, it has cried, it has been crying, it cried, it was crying. Teacher cries, teacher is crying, teacher has cried, teacher has been crying, teacher cried, teacher was crying. Baiju cries, Baiju is crying, Baiju has cried, Baiju has been crying, Baiju cried, Baiju was crying. 7 ടെൻസസ് നമ്മൾ പഠിച്ചു. ഇനി 8ാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ കൂടെ ഹാഡ് ചേർക്കാം. ഐ ഹാഡ് റിട്ടൺ, യു ഹാഡ് റിട്ടൺ, വി ഹാഡ് റിട്ടൺ, ദേ ഹാഡ് റിട്ടൺ, ബോയ്സ് ഹാഡ് റിട്ടൺ, ഹി ഹാഡ് റിട്ടൺ, ഷീ ഹാഡ് റിട്ടൺ, ഇറ്റ് ഹാഡ് റിട്ടൺ, ബോയ് ഹാഡ് റിട്ടൺ, ബൈജു ഹാഡ് റിട്ടൺ. എന്താണ് ഇതിൻ്റെ ഉപയോഗം? എന്താണ്? കഴിഞ്ഞ കാലത്ത്
ഒരു നിശ്ചിത കാലഘട്ടത്തിന് മുമ്പ് പൂർത്തിയാക്കിയ പ്രവർത്തനത്തെ പറ്റി സൂചിപ്പിക്കാൻ. ഐ ഹാഡ് മെറ്റ് മൈ ഫ്രണ്ട് ബിഫോർ 2009. 2009 മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. യു ഹാഡ് മെറ്റ് ബിഫോർ 2007. ദേ ഹാഡ് മെറ്റ്, ബോയ്സ് ഹാഡ് മെറ്റ്, ഹി ഹാഡ് മെറ്റ്, ഷീ ഹാഡ് മെറ്റ്, ഇറ്റ് ഹാഡ് മെറ്റ്, ബോയ് ഹാഡ് മെറ്റ്, ബൈജു ഹാഡ് മെറ്റ്. ദിസ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്.